എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ വർക്കില്ല. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ 2 തേങ്ങ ചിരണ്ടി വെച്ച്. കാരണം നമുക്ക് പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ തേങ്ങ വേഗം എടുത്ത് ഉപയോഗിക്കാമല്ല. അപ്പോൾ ഈ തേങ്ങ ചിരണ്ടാനുള്ള സമയമൊന്നും 2-3 ദിവസമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തേങ്ങയൊക്കെ ഏറെക്കുറെ തീർന്നിരുന്നു. അപ്പോൾ നമ്മൾ ഈ രാത്രിയാകുമ്പോൾ ഭയങ്കര ക്ലീനിങ്ങും ഒത്തിരി പണിയാണ്. രാത്രി ഒരു 11:30-12 മണിക്കൊക്കെയാണ് ചില സമയത്ത് ഞാൻ കുളിക്കണത്. അപ്പോൾ അത്രയും നേരം അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ തേങ്ങ ചിരണ്ടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് തേങ്ങ ചിരണ്ടി ഇപ്പോൾ അത്യാവശ്യം വേണ്ട തേങ്ങ വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചേ. പിന്നെ നമ്മളുടെ സ്റ്റാൻഡ് മിക്സറിലേക്ക് 2 മുട്ടയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ വിപ്പ് ചെയ്യണ ആ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് വിപ്പ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് നല്ല പതഞ്ഞൊന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമ്മൾ മറ്റേ കേക്ക് ബാറ്ററൊക്കെ റെഡിയാക്കൂലേ, അതിന് വേറേതാണ് വെക്കണതെങ്കിലും ഇപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാനത് വെച്ച്. പിന്നെ ഇതിനകത്തേക്ക് മൈദയും കൂടി ചേർത്തിട്ട് മുട്ടക്കുഴലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ വേറെ എന്തൊക്കെയോ പേര് പല സ്ഥലങ്ങളിലും പറയും, ലവ് ലെറ്റർ എന്നൊക്കെ പറയൂലേ, ആ സാധനം. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുട്ടക്കുഴലപ്പം എന്ന് പറഞ്ഞത് മുട്ടയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം മുട്ടക്കുഴലപ്പം. കുഴലപ്പത്തിൻ്റെ ഷേപ്പിലാണ് സാധാരണ ഇത് ഉണ്ടാക്കുക. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ലവ് ലെറ്റർ ഷേപ്പിൽ തന്നെയാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയൊന്നും താഴേക്ക് വീഴില്ല. മുട്ടക്കുഴലപ്പം എന്ന് പറയുമ്പോൾ കുഴലപ്പം ഷേപ്പാകുമ്പോൾ 2 സൈഡിൽ നിന്നും തേങ്ങയെല്ലാം താഴേക്ക് വീഴും. അപ്പോൾ എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇത് നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഈ കുഴലപ്പത്തിൻ്റെ ഷേപ്പിലാണ് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്നത്. അങ്ങനെ മാത്രമേ വേറെ വീടുകളിൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു കോമൺ സെൻസ് വെച്ചിട്ട് ആ ഒരു തേങ്ങ താഴെ പോകാതിരിക്കാൻ നമ്മളതിനെ ഫോൾഡ് ചെയ്ത് ഈ ലവ് ലെറ്റർ ഷേപ്പിലൊക്കെ ആക്കി എടുത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 4 പണിക്കാരുണ്ടല്ലോ. അപ്പോൾ 4 പണിക്കാർക്ക് വേണ്ടത് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇത് ഉണ്ടാക്കി തുടങ്ങി. പിന്നെ രാവിലെ തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു വൈകുന്നേരം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് അരക്കാം. അപ്പോൾ ശർക്കര വട്ടയപ്പം ഉണ്ടാക്കാനാണ് ഇന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി ഈ കുഴലപ്പമൊക്കെ മുട്ടക്കുഴലപ്പമൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞപ്പോഴാണ് പപ്പ വന്നിട്ടും പറഞ്ഞത് 2 പണിക്കാരേ ഉള്ളൂ. കാരണം അവർക്ക് തിരക്കായിട്ട് ഇനിയിപ്പോൾ 4 പണിക്കാരെ നിർത്തില്ല. പണി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി മരത്തിൻ്റെ പണിയാണ് കുറേ കിടക്കുന്നത്, പോളിഷിങ്. അപ്പോൾ അതുകൊണ്ട് 2 പണിക്കാർ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇതെല്ലാം ബാക്കി വരുമല്ല. പിന്നെ കുഴപ്പമില്ല, പപ്പയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇതൊക്കെ, അതുകൊണ്ട് പപ്പ കഴിച്ചോളൂ എന്ന് എനിക്കറിയാം. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചായയൊക്കെ ഇട്ടത് പിന്നെ ഞാനും കുടിച്ചേട്ടാ. കാരണം കൂടുതൽ ചായ ഉണ്ടല്ലോ. അങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് ദിവസം കൂടിയിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഏതായാലും റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഗാരോയുടെ മിനി ഇലക്ട്രിക് ചോപ്പർ ഒന്ന് പരിചയപ്പെടാം. 250 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. 1 year വാറൻറ്റിയും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇലക്ട്രിക് ചോപ്പറിൻ്റെ ഒപ്പം ഈ ഒരു ചാർജ് ചെയ്യുന്ന കേബിളും യൂസർ മാനുവലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു മോട്ടോർ ബേസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു സ്പ്ലാഷ് ഗാർഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ബ്ലേഡും പിന്നെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബൗളുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ബ്ലേഡ് ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് ഇട്ട് കൊടുത്ത് ഈ ഒരു സ്പ്ലാഷ് ഗാർഡ് വെച്ചതിന് ശേഷമാണ് ഈ ഒരു മോട്ടോർ ബേസ് വെച്ചിട്ട് ഈ ബട്ടണിൽ പ്രസ് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും, കയറി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു സോക്കറ്റ് നമ്മൾക്ക് ഇതുപോലെ കേബിൾ കുത്തിയിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ സാധാരണ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാനിടൂലേ, അതുപോലെ ഇത് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാർജിൽ കിടക്കുമ്പോൾ ഈ ഒരു റെഡ് കളറിലെ ഇൻഡിക്കേറ്റർ ലൈറ്റും കത്തും. അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും ഒരു ചിക്കൻ മന്തി വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ റയന് വേറെ കഴിക്കാനായിട്ടൊന്നും തന്നെ ഇല്ല. പപ്പക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കും റയനും ഏതായാലും ചിക്കൻ മന്തി കഴിക്കുക. എനിക്ക് ചിക്കൻ മന്തി വലിയ താല്പര്യമില്ല, എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം. എങ്കിലും പപ്പക്കുള്ള ചോറും കറികളും മാത്രമേ അത്യാവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാനും റയൻ്റെ കൂടെ കൂടാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ റൈസിനുള്ള വെള്ളം തിളപ്പിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് ഇത്തിരി മുഴുവൻ മസാലയും കൂടി ചേർത്ത് ആ റൈസ് വേവിച്ചെടുക്കുക. പിന്നെ നമുക്കിതിനകത്തേക്ക് സവാള,
ക്യാപ്സിക്കം എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെയും ഞാൻ ഏതായാലും ഈ ഒരു ചിക്കൻ ഇപ്പോഴാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ആ കൊണ്ടുവന്ന സമയത്ത് ഒന്ന് കഴുകിയെടുത്തിട്ട് ആവശ്യത്തിനുള്ളത് കഴുകിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്, ഫ്രീസറിൽ വെക്കേണ്ടത് ഞാൻ കഴുകാറില്ല കേട്ടോ. അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു പണി എങ്ങനെ ചെയ്ത് തീർക്കാൻ ചിലപ്പോൾ പറ്റൂല. കാരണം ഇവിടെ വെള്ളം തിളക്കുമ്പോൾ വന്നിട്ട് അരി ഇടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ അത് അവിടെ പകുതി ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യും. നമുക്ക് എപ്പോഴും എല്ലായിടത്തും ശ്രദ്ധയുണ്ടാവും. പിന്നെ അതേ ചിക്കൻ മന്തിക്ക് വേണ്ട മസാല ഒന്ന് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാൻ പോണേ. അപ്പോൾ കുരുമുളക് പൊടി, മുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും പൊടികളാണ് ഇടുന്നത്. ഈ കുരുമുളക് ഞാൻ ഏറ്റവും ആദ്യം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, തീർന്നു പോയിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടി. അതുകൊണ്ട് തന്നെ ആ കുരുമുളക് പൊടിച്ചിട്ട് അതിനകത്ത് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടി അതിനകത്തേക്കാണ് മറ്റുള്ള പൊടികൾ ഇട്ടത്. പിന്നെ ഇതിനകത്തുനിന്ന് കുരുമുളക് പൊടി ഞാൻ സ്റ്റോർ ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചിക്കൻ ക്യൂബ് അതുകൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, എണ്ണ, ഇത്രയും സാധനം ചേർത്തിട്ട് നല്ലതായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു ചിക്കൻ മന്തിയാണ് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ക്യാപ്സിക്കവും സവാളയൊക്കെ അതിൻ്റെ മീതിലിടുമ്പോഴില്ലേ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇത് വറുത്ത് നമ്മൾ നിൽക്കാൻ വേണ്ടല്ല, ചിക്കൻ വറുക്കേണ്ട ആവശ്യമില്ല. ദമ്മൊക്കെ ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ അടിവശമൊക്കെ നല്ല മൊരിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇരിക്കും. നമ്മൾ വറുത്തിട്ടൊക്കെ എടുക്കണ പോലെ തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് എണ്ണ ഒരുവിധം ഒഴിക്കണം, ഒരു അരക്കപ്പ് എണ്ണയെങ്കിലും ഒഴിക്കണം. ഇതിന് എല്ലാത്തിനും എണ്ണ വേണം. റൈസൊക്കെ എണ്ണയിൽ പുരണ്ടിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനിൽ അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ചോപ്പറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചോപ്പറിലിടുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ബ്ലേഡ് വെച്ച് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. സ്പ്ലാഷ് ഗാർഡ് വെക്കുക. സ്പ്ലാഷ് ഗാർഡ് വെക്കാതെ നമ്മളുടെ മോട്ടർ ബേസ് അതേൽ ഫിറ്റായിട്ട് ഇരിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഇത് വെക്കാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ സ്പ്ലാഷ് ഗാർഡ് വെച്ചതിന് ശേഷം നമ്മളുടെ മോട്ടർ ബേസ് കൂടി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് 2-3 പ്രസ്സിങ്ങിൽ ഈ സംഭവം നല്ല പൊടി പോലെ അരഞ്ഞു കിട്ടും കേട്ടോ. ഇപ്പം ഞാനിത് ചോപ്പ് ചെയ്യണേണ്. ഇനി നമ്മൾക്കിത് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അമർത്തിങ്ങോട്ട് പിടിച്ചാൽ മതി, നല്ല രീതിയിൽ ഇത് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിത് ചോപ്പ് ചെയ്തെടുത്ത് നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ മീതയിലേക്ക് നമ്മളിത് ഇട്ടിട്ട് പിന്നെ വേവിക്കുമ്പോഴാണ് ഇത് മറിച്ചിടുന്നത്. ഇത് ഇളക്കൂല, അതിൻ്റെ മീതെ തന്നെ അങ്ങനെ ഇട്ട് വെച്ചേക്കും. ഇനിയിപ്പം നമുക്ക് ആ ഒരു ക്യാപ്സിക്കം കൂടിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എനിക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇലക്ട്രിക് ചോപ്പർ മേടിക്കുന്നത്. ഇലക്ട്രിക് ചോപ്പർ ഇത്ര എളുപ്പമാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. നല്ല സുഖമാണ്. നമ്മളിങ്ങനെ ഇത് വലിക്കുന്ന ആ ഒരു എണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അത് പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ത്രെഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്കവാറും ഏതെങ്കിലും ഒരു പീസ് അതിന്മേൽ ബ്ലേഡിൽ കൊണ്ടിരുന്നിട്ട് അത് ഇങ്ങനെ പിന്നെ കറങ്ങൂല, പിന്നെ നമ്മളതെല്ലാം കൊട്ടിയിടണം. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഒട്ടും ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ ഇത് വേണ്ട രീതിയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സൈസിലാണ് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഇനിയും അത് ഒരു പ്രസ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും കുഞ്ഞായി വരും കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട ആ ഒരു തക്കാളിയുടെ അറബിക് ചട്നിയില്ലേ, അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്, അതും നല്ല ചെറിയ തരിതിരിപ്പോട് കൂടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, തക്കാളി ഇത്രയും ഇട്ടിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ സംഭവം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇതിങ്ങോട്ട് നല്ല രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചതച്ചെടുക്കുക. ഇത് ഇപ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിൽ എടുക്കാനായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് നിർത്തി. വീണ്ടും അത് പ്രസ് ചെയ്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് അത് അരഞ്ഞു വരും. അപ്പോൾ ഇത് നമ്മളുടെ ബിരിയാണിക്ക് വേണ്ട ഒരു ചട്നി, അറബിക് സാലഡ്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മീറ്റുകളും നമുക്കിപ്പോൾ കീമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഇത്തിരി പീസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫൈനായിട്ട് പേസ്റ്റാകുകയും ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ചെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ചിക്കൻ ഇട്ടിട്ട് വെറുതെ ഒന്ന് ചതച്ചാണ് കാണിച്ചേക്കുന്നത്, ഫൈനായിട്ട് ഞാൻ പേസ്റ്റ് പോലെ ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള കീമയൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ബേസ്, നമ്മുടെ മോട്ടർ ബേസ് ഒരിക്കലും വെള്ളത്തിൽ കഴുകരുത്. അത് ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ച് മാറ്റുക വൃത്തിയായിട്ട്. മറ്റുള്ള താഴേക്കുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് സോപ്പിൽ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് മാത്രം സൂക്ഷിച്ച് വെക്കുക കേട്ടോ.
അപ്പോൾ ആ ചിക്കൻ ഇനിയും ചെറിയ പീസസ് കീമ പോലെ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ കൂടി നമ്മൾ കറി വെക്കണതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയിട്ട് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സിന് കൂടി അരച്ച് വെക്കണേ. കാരണം അത് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കെങ്കിലും അത് പൊങ്ങി വന്നിരിക്കണം. അതുകൊണ്ട് ഞാനൊരു 12 മണിയായപ്പോഴത്തേക്ക് അത് അരക്കണുണ്ട്. അപ്പോൾ ഈ ചോറ് ഞാൻ അരിയുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ചോറും കുതിർത്ത അരിയും കൂടിയിട്ടാണ് ആദ്യം ഇട്ടത്. പിന്നെ തേങ്ങ ഇട്ട് ശർക്കര പാനിയാണ് ഇട്ടേക്കണത്. ഈസ്റ്റ് ഇട്ട് ഒരിത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് അത് നല്ല രീതിയിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ട്. അപ്പോൾ ഈ 2 പ്രാവശ്യം അരച്ച് എടുക്കേണ്ട അത്രയും ആവശ്യം ഉണ്ടാകുന്നില്ല. 4 പണിക്കാർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ 2 പണിക്കാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചധികം ബാക്കി വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് 2 ബാച്ചായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അത് 2 കളറിലാവുന്നേങ്ങൾ. കാരണം ഒരെണ്ണത്തിനകത്ത് ശർക്കര കൂടുതൽ, ഒരെണ്ണത്തിനകത്ത് ശർക്കര കുറവാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് മധുരത്തിൻ്റെ ആ ഒരു ആവശ്യത്തിനുള്ള മധുരമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു നല്ലൊരു ടേസ്റ്റിന് ചേർക്കുന്ന ഒരു സാധനമാണ് ചെറിയ ജീരകം. മുഴുവനോടെയുള്ള ചെറിയ ജീരകം കുറച്ച് ചേർക്കണം. എന്നിട്ട് അത് കലക്കി അതവിടെ മാറ്റി ഞാൻ വെച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് വെക്കും കേട്ടോ. വർക്ക് ഏരിയയിൽ ഇറക്കി കൊണ്ടുപോയിട്ട് വെക്കും. കാരണം അവിടെ ഭയങ്കര ചൂടാണ്, പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അത് ചെറിയ ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഞാൻ പുറത്ത് വർക്ക് ഏരിയയിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വെക്കും. പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ മന്തി ഒന്നും മറിച്ചിട്ടുണ്ടായിരുന്നില്ല. തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ നല്ല വെള്ളമായിട്ടുണ്ട് ഉള്ളിൽ. ഒരുവിധം നല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അപ്പം ഞാനിത് നോക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അടിക്ക് പിടിക്കണ്ടല്ല എന്ന് വിചാരിച്ച് തീ വളരെ കുറച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും മറിച്ചിട്ട് പിന്നെ നമ്മുടെ റൂബി കുഞ്ഞിന് ചിക്കൻ ഒന്ന് ഇത് വേവിക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും കൂട്ടി മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മന്തിക്ക് വേണ്ട റൈസ് നമ്മൾ വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇതിൻ്റെ മീതിലേക്ക് കൊണ്ടുവന്ന് തട്ടുന്ന ഒരു ഏർപ്പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് റൈസ് വേവിക്കാൻ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈ ലെമൺ ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത്രയും തിരക്കായിരുന്നു. അപ്പോൾ അതൊക്കെ മറന്നു പോകും അങ്ങനെയാണ്. അപ്പോൾ അതിട്ടിട്ടില്ല. ഡ്രൈ ലെമൺ ഇവിടെ ഉണ്ട് എങ്കിലും അതിട്ടിട്ടില്ല. അങ്ങനെ ഇതൊന്ന് പതിയെ മീതിലൊന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഒരിക്കലും അടിച്ചമർത്തി വെക്കാൻ പാടില്ല. പതുക്കെ ഒന്ന് മോൾ വശം മാത്രം ഒന്ന് ലെവൽ ചെയ്ത് ഇനി അതിൻ്റെ മീതിലേക്ക് ഇത്തിരി പച്ചമുളകും വെച്ച് ഒരു കോളും കൂടി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ കോള് കത്തിച്ച് വെക്കണം ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ. അതുകൊണ്ട് കോള് കത്തിച്ച് വെച്ച് പിന്നെ അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുകളിലേക്ക് കയറി പണികളൊക്കെ എന്തോരം ആയി എന്നൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ വൈറ്റ് ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. നേരത്തെ പഴയ പീച്ച് കളറാണ് അവിടെ കിടന്നിട്ടുണ്ടാകുന്നത് കേട്ടോ. താഴെ മാത്രം വീടിൻ്റെ ചുറ്റും അതിലേക്കാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ കുളിമുറി അതിൻ്റെ സീലിംഗ് മാത്രമേ അടിക്കുക. ബാക്കി മൊത്തത്തിൽ ടൈൽസാണ് ഒട്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് അധികം പണി 2 കുളിമുറി ഇല്ല. മുകളിൽ ടൈൽസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ മാത്രം ഒന്ന് സീലിങ്ങിൽ മാത്രം ഒന്ന് വൈറ്റ് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ സാധനങ്ങളെല്ലാം ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് മൂടിയിട്ടേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ കഷ്ണങ്ങളൊക്കെ കൊണ്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് മീറ്റർ തുണി ഈ പ്ലാസ്റ്റിക് ഷീറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് വാഷ് കിടക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കാൻ സാധിക്കും പൊടി പിടിക്കാതെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള അവസ്ഥകൾ. പിന്നെ അവിടെ ഒരു ഭാഗം തേക്കാതെ ഇട്ടേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പ് പോകണ പോലെ അത് തേച്ചതായിരുന്നു. പക്ഷേ വീണ്ടും അതിനകത്തുനിന്ന് കുത്തി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആഴത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ പൊട്ടിയിട്ടിട്ട് ഇനി അടുത്ത ദിവസമേ ആ പൊട്ടിച്ച് ഇങ്ങനെ സ്മൂത്താക്കിയിട്ട് അതിൻ്റെ മീതിൽ അടിക്കുകയുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ ഒരു പീസ് ഇട്ടേക്കണേ. പിന്നെ നമ്മൾ ജനൽപ്പാളികൾ എല്ലാം കൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ ചതുരം ഷേപ്പുള്ള ജനലുകളുണ്ടല്ലോ, ആ ജനലുകളിൽ ക്ലീൻ ചെയ്യാൻ നല്ല പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പണിയുണ്ട്. അവർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് തന്നെയാണ് അതിൽ വർക്ക് ചെയ്യണത്. അല്ലെന്നുണ്ടെങ്കിൽ ആ പോളിഷൊക്കെ ഇടുന്നത് ഈ സൈഡുകളിൽ ഇതിൻ്റെ 4 കോർണറുകളിലൊക്കെ വന്ന് കിടക്കും. അപ്പോൾ അതില്ലാതിരിക്കാനും ഫിനിഷിങ്ങോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ വളരെ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അച്ചുവിൻ്റെ പണിക്കാർ പണി ചെയ്യുന്നത്. അപ്പോൾ അച്ചുവിന് ചിലവരൊക്കെ വാട്സാപ്പ് ഫോൺ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു. നേരത്തെ നമ്പറുള്ളവരായിരിക്കുള്ളൂ. ഇത്തവണ ഞാൻ നമ്പർ കൊടുത്തിട്ടില്ല. അപ്പോൾ അച്ചു തിരക്കാണ്, പോകാനായിട്ട് ഇപ്പം സൗകര്യമില്ല, ചെയ്ത പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് അവരുടെ അടുത്ത് പറഞ്ഞതായിട്ട് ഞങ്ങളോട് പറഞ്ഞ്.
അപ്പോൾ അങ്ങനെ ഈ സമയത്താണ് ഞാൻ മുകളിൽ കയറുമ്പോഴത്തേക്ക് ഇവിടെ ചുറ്റും എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്ന് നോക്കിയിട്ട് പോരുന്നത്. മിക്കവാറും മുകളിലേക്ക് കയറുമ്പോൾ എനിക്കൊരു പുതുമയാണ്, ഞാൻ വല്ലപ്പോഴും മാത്രമല്ലേ മുകളിൽ കയറുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി ഇങ്ങനെ പൊതിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇനി എന്നാണ് എല്ലാം നേരെയാക്കി വെക്കുക എന്നുള്ളൊരു ടെൻഷനുമായിട്ടാണ് ഇത് താഴേക്ക് പോരാൻ പോണത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു മയണൈസും പിന്നെ പപ്പക്ക് ഒരു മുട്ട പൊരിച്ചതും അങ്ങനെ 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ പപ്പക്ക് അതൊരു മുട്ട അങ്ങോട്ട് പൊരിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മയണൈസ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ആകെപ്പാടെ ഒരു മുട്ട ഇത്തിരി പച്ചമുളക് ചെറിയ പീസാക്കിയതും ഇത് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് നരിഞ്ഞതിന് ശേഷം നമ്മുടെ പാനിൽ നല്ല ചൂട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എണ്ണ ഒഴിച്ചു പോയി. ഇപ്പോൾ എണ്ണ ഒഴിച്ച് പോയാലും കുഴപ്പമില്ല, പക്ഷേ ആ എണ്ണ നല്ല തിളക്കാതെ ഈ ഒരു സാധനങ്ങളും ഇതിനകത്തേക്ക് ഇടരുത്, അല്ലെന്നുണ്ടെങ്കിലാണ് ഈ അടിയിലൊക്കെ ചെറുതായിട്ട് പിടിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ചൂടാകാത്തതുകൊണ്ടും പിന്നെ ഇതിനകത്ത് ചെറിയ ഉള്ളി കുറച്ച് അധികം ചേർത്തേക്കണതുകൊണ്ടും അത് ചെറിയ രീതിയിൽ ഒന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മുട്ട പൊരിച്ചതും പീച്ചിങ്ങ ഒലത്തിയതിൻ്റെ ബാക്കിയുണ്ട്, പിന്നെ പരിപ്പ് കറിയുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഇന്ന് പപ്പ കാലത്ത് പരിപ്പ് കറി വെച്ചതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് പപ്പ ഊണ് കഴിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഈ കറികൾ കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം, പക്ഷേ ചോറും കുറവായിരുന്നു. പിന്നെ ഈ കറികളൊക്കെ ക്യാബേജ് തോരൻ മാത്രമേ ഉണ്ട്, കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അതിനകത്തുനിന്ന് കുറച്ചേ ഇട്ടുള്ളൂ. പക്ഷേ ഈ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അത് കുറച്ചും കൂടി ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ചോറ് കഴിച്ചാൽ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പക്ക് എന്ത് തന്നെ ആയാലും ചിക്കൻ മന്തി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചോറ് പപ്പക്ക് തന്നെ കൊടുക്കാതെ നിവർത്തില്ല, ചോറ് നമ്മൾ വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രാത്രി ചോറ് വെക്കാമെന്ന് ഓർത്ത്. പിന്നെ അതേ ഒരു ക്യൂക്കമ്പറും തക്കാളിയും ഉണ്ടായിരുന്നത്, അതും കൂടി എടുത്തൊന്ന് കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മളുടെ മന്തി തുറക്കാനുള്ള സമയം ഏറെക്കുറെ ആയിട്ടുണ്ട്. മന്തി തുറക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് മാത്രമാണ് മയണൈസ് ഉണ്ടാക്കുന്നത്. മയണൈസിന് കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ഉപ്പും പിന്നെ ഇത്തിരി വിനാഗിരിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ വെറുതെ അങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു മുട്ടയും കുറച്ച് വെജിറ്റബിൾ ഓയിൽ, അത് നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും, കുറച്ചിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. അതിന് ശേഷം അത് ഇത്തിരി ലൂസാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് എണ്ണ ആഡ് ചെയ്യുക. മഞ്ഞ കളറിൽ ലൂസായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ മുട്ട കുറഞ്ഞു പോയി എന്നാണ് അർത്ഥം. വെള്ള കളറിൽ ലൂസായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടൈറ്റ് ആകുമെന്ന് അർത്ഥം. അപ്പോൾ മഞ്ഞ കളറിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും എണ്ണ ഒഴിക്കരുത്, മുട്ടയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഇത് ലൂസായിട്ട് നല്ല വെള്ള കളറിലിരിക്കണല്ലേ, അപ്പോൾ ഈ എണ്ണയുടെ കുറവാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് കൂടിയത് നല്ല ഒന്ന് ഹൈ സ്പീഡിലിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേഗം നമ്മുടെ ചിക്കൻ മന്തി അങ്ങോട്ട് എടുക്കാൻ പോകണേന് കേട്ടോ. അപ്പോൾ പപ്പ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാനും റയനാണ് കഴിക്കാനുള്ള. പിന്നെ റൂബിക്ക് തിന്നാനും കൊടുത്തിട്ടില്ല. അപ്പോൾ റൂബിക്കും കൂടി കൊടുത്തിട്ട് ഞാൻ കഴിക്കാനിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം റയന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഞാനത് തപ്പിയെടുക്കണം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളെല്ലാം തന്നെ എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് പ്ലേറ്റ് എന്ന് പറയണ പാത്രം എന്ന് പറയണ എന്ന് വിചാരിച്ച് പറഞ്ഞപ്പോൾ പാത്രം എന്നായിപ്പോയി. അപ്പോൾ ദിലീപിൻ്റെ ഒരു സിനിമയിൽ നമസ്തേ പറയണ ഗുഡ് മോർണിംഗ് പറയണ എന്ന് പറഞ്ഞിട്ടൊരു കൺഫ്യൂഷനിൽ ആളെ കണ്ടപ്പോൾ ഗുമസ്തേ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി എൻ്റെ അവസ്ഥ. നമ്മൾ എന്തോരമാണല്ലേ ഇങ്ങനെ തെറ്റിപ്പോണത് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ സംഗതികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേയധികം തെറ്റുകൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറയും, ഭൂരിഭാഗവും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യണത്. ഇന്ന് എനിക്ക് സത്യത്തിൽ ഉറക്കം വന്നിട്ട് പോയി. ഞാനൊരു ഉച്ച സമയത്താണ് അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ ഉറക്കം തൂങ്ങിയിട്ട് ഞാൻ പറയണതൊക്കെ കുറേ തെറ്റിപ്പോഴുണ്ട്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് സത്യത്തിൽ ഞാൻ മടുത്ത് വീണ്ടും ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ. കാരണം കുറേ ജോലികളൊക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വോയിസ് ഓവർ കൊടുക്കാൻ ഇരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ മന്തി. റയനെ എങ്ങനെ ഉണ്ടായിരുന്നു? റയൻ കഴിച്ച് കഴിയാറായി. ഞാൻ റൂബിക്ക് ഭക്ഷണം കൊടുത്തിട്ട് വന്നതാണ്. എന്നിട്ടാണ് ഞാനെടുത്തേക്കണം. പപ്പ കഴിച്ച് പോയി. എൻ്റെ ദൈവമേ, രാവിലെ ഉണ്ടാക്കിയ മുട്ടക്കുഴപ്പത്തിൻ്റെ ബാക്കിയുണ്ട്. ഇനി അടുത്തത് അപ്പം ഉണ്ടാക്കും, അതും വരും. നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടി വരില്ല മിക്കവാറും, എല്ലാം ബാക്കി കാണും. എന്തേനു നല്ലതാണോ പറ, നേരെ നോക്ക്.
അങ്ങനെ ഏതായാലും റയൻ കഴിച്ച് പകുതിയായപ്പോഴത്തേക്കും ഞാൻ റൂബി കുഞ്ഞിന് കഴിക്കാനൊക്കെ കൊടുത്ത് ഓടി വന്ന് ഞാനും എൻ്റെ കൂടെ ഇരുന്ന് കഴിച്ച് ഞാൻ കഴിച്ച് തീരണം വരെ റയൻ അവിടെ ഇരുന്ന് വെച്ചിട്ടാ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇരിക്കാനും കിടക്കാനുള്ള നേരമൊന്നുമില്ല. വേഗം തന്നെ അടുത്ത വൈകുന്നേരത്തേക്കുള്ള പലഹാരം ഉണ്ടാക്കലാണ് മെയിൻ പരിപാടി. അപ്പോൾ ഒക്കെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടല്ലേ, അതുകൊണ്ട് പുറത്ത് കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാലിൻ്റെ പാക്കറ്റ് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് പാല് പാക്കറ്റ് മേടിച്ച്, ഒരു പാല് പാക്കറ്റാണ് ആകെ മേടിച്ചത്. പക്ഷേ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ മേടിച്ചാലല്ലേ ഇത് കിട്ടുള്ളൂ, ഇവിടെ കൊണ്ടൊന്ന് എത്തിക്കുള്ളൂ. അപ്പോൾ അതേ കുറച്ച് ഞാൻ എനിക്ക് വേണ്ടി കഴിക്കാനാണ് കേട്ടോ. വാൽനട്ടിൻ്റെ ബ്രോക്കൺ കിടക്കണ കണ്ട് അത് കുറച്ച് വില കുറവല്ലേ, അതുകൊണ്ട് ഞാൻ ബ്രോക്കൺ മേടിച്ചു. റയനൊക്കെ എനിക്ക് മേടിച്ചു തന്നതെല്ലാം നല്ല മുഴുവൻ ഓർഡറുള്ളതും പകുതിയാക്കിയുള്ളതൊക്കെയാണ് മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രോക്കൺ മേടിച്ച്. പിന്നെ 2 മോരും വെള്ളം എനിക്കിഷ്ടമാണ് അത്. പിന്നെ ചിപ്സ് റയന് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂടി എങ്ങനെ മേടിച്ച് ഇനിയിപ്പോൾ ചായയും കൂടിയിട്ട് ഈ അപ്പവും കൊടുത്ത് കഴിഞ്ഞിടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പണി വൈകുന്നേരത്തെ പണി കഴിഞ്ഞ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പണിക്കാർ പോയാൽ പിന്നെ ഞാനും പപ്പയും ഒരുപാട് പണിയാണ്. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല, കാരണം ഭ്രാന്ത് പിടിച്ച പോലെ ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്. പപ്പയും ഞാനും ഒന്നിച്ച്, പപ്പയാണ് കൂടുതൽ ചെയ്യണം കേട്ടോ. അപ്പോൾ പപ്പ മുകളിലുള്ള കാര്യങ്ങൾ ചെയ്യും, ഞാൻ താഴത്തുള്ള ക്ലീനിങ് എല്ലാം ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പോൾ താഴത്ത് നമ്മൾ പെരുമാറുന്ന സ്ഥലം ഇതുകൊണ്ട് എല്ലാ ദിവസവും തുടക്കാതെ നിവർത്തിയില്ല. മുകളിൽ അങ്ങനെ എല്ലാ ദിവസവും തുടക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ തന്നെ പറഞ്ഞു, കാരണം പിന്നെ വന്നിട്ട് പൊടി വീഴാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ തുടച്ചിടല്ലേ എന്ന് അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്, കാരണം പപ്പയുടെ സ്വഭാവം ഏറെക്കുറെ അവർക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പവും ചായയും കൂടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 മണി ടൈമിലാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. 4 മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 6 മണി വരെ ഞാനും റൂബി കുഞ്ഞും കൂടി ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി അടച്ചു പൂട്ടി അവിടെ കിടക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യും, റൂബി അവിടെ കിടന്ന് ഉറങ്ങും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം 6 മണിക്കാണ് പണിക്കാർ പോകുന്നത്. ആ സമയം വരെയും ഞങ്ങൾ വാതിൽ തുറക്കുകയില്ല. പണിക്കാർ പോയതിന് ശേഷമാണ് വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങണത്. പിന്നെ ഒരു പണിയാണ്, ഒത്തിരി ക്ലീനിങ് ആണ്. ഞാനും പപ്പയും കൂടി എല്ലാ ക്ലീനിങ്ങും ചെയ്ത് തീർക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ള വീഡിയോ വൈൻഡപ്പ്. ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്